രാജ്യം ആകാംക്ഷയോടുകൂടി അഭിമാനത്തോടുകൂടി കാത്തിരിക്കുന്നത് ഗഗൻയാൻ ദൗത്യത്തിലെ സംഘാംഗങ്ങൾ ആരൊക്കെയാണ് എന്നറിയാനാണ്. പ്രധാനമന്ത്രി ഇപ്പോൾ ആ പേരുകൾ പ്രഖ്യാപിക്കും. 4 പേരടങ്ങുന്ന സംഘത്തിൽ മലയാളിയായ വൈമാനികൻ സുഖോയ് യുദ്ധ വൈമാനികൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുടെ പേരുകൂടി ഉണ്ടാകും. അദ്ദേഹമായിരിക്കും ഈ ദൗത്യത്തെ നയിക്കുക എന്നൊക്കെയുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം വളരെ അഭിമാനത്തോടുകൂടി ആകാംക്ഷയോടുകൂടി പ്രധാനമന്ത്രിയുടെ ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. എന്താണ് ഈ പദ്ധതി? ആ പദ്ധതിയുടെ ദൗത്യം എന്താണ്? ആ പദ്ധതിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? രാജ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം അഭിമാനകരമായ ഒന്നായി ഈ പദ്ധതി മാറാൻ പോകുന്നു? പ്രജിൻ അതിൻ്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോപി, എവർക്കും അറിയുന്നത് പോലെ ഇന്ത്യയുടെ അഭിമാന പദ്ധതിയാണ്, ISROയുടെ അഭിമാന ദൗത്യമാണ് ഗഗൻയാൻ എന്നുള്ളത്. ആദ്യമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പേടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കാൻ പോവുകയാണ്. മാത്രമല്ല, അതിനുശേഷം അവരുടെ പരീക്ഷണം നടത്തിയ ശേഷം അവരെ തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നതുകൂടിയാണ് ഈ ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ആ ദൗത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ISRO. നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷണ ഘട്ടങ്ങൾ ഓരോന്നായി പൂർത്തിയാക്കുകയാണ്. എല്ലാം വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ് ISRO. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ VSCയിൽ പ്രധാനമന്ത്രിക്ക് ISRO ചെയർമാൻ വിവരിച്ചു കൊടുക്കുന്നതും അടുത്ത ഘട്ടങ്ങളെക്കുറിച്ചാണ്. പ്രധാനമായും ആ ദൗത്യത്തിൽ ഉപയോഗിക്കേണ്ട ഓരോ ഉപകരണങ്ങൾ, ഓരോ ഭാഗങ്ങൾ, ആ പേടകത്തിൻ്റെ വിവിധ മൊഡ്യൂളുകൾ, അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം തന്നെ വിവരിക്കുന്നുണ്ട് ISRO ചെയർമാൻ പ്രധാനമന്ത്രിക്കൊപ്പം. മുഖ്യമന്ത്രിയും ഗവർണറെയും ഒക്കെ കാണാം. ദൗത്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാൻഡ് മിഷനാണ്. പക്ഷേ അതിനൊക്കെ മുന്നോടിയായി തന്നെ ഒരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകാനുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് യഥാർത്ഥ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഈ പേടകം വിക്ഷേപിക്കുന്നതിന് മുമ്പായി, ഗഗൻയാൻ പദ്ധതി വിക്ഷേപിക്കുന്നതിന് മുമ്പായി അതിൽ ഒരു റോബോട്ടിനെ ഉപയോഗിച്ചുകൊണ്ട്, അതിന് പേരും ഇട്ടിട്ടുണ്ട് ISRO, വ്യോമമിത്ര എന്നാണ് അതിൻ്റെ പേര്. അതൊരു ലേഡി റോബോട്ടാണ്. നമ്മളത് കുറച്ച് മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ആ റോബോട്ടിനെ പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തുന്ന ISRO ചെയർമാനെ നമ്മൾ കണ്ടു. അങ്ങനെ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണ ഘട്ടമുണ്ട്. അതിൽ ആയിരിക്കും കൃത്യമായി എത്രമാത്രം വെയിറ്റ്, അതായത് ഈ 4 ബഹിരാകാശ സഞ്ചാരികളുടെ വെയിറ്റ് കൃത്യമായി മെഷർ ചെയ്തുകൊണ്ട് അത്രയും വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തും. അതുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും യഥാർത്ഥ മനുഷ്യരെ, ഈ പറയുന്ന ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്ന ഈ 4 പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാൻഡ് മിഷൻ ISRO നടത്തുക. അതുകൊണ്ടത് 2025 ജൂണോടുകൂടി ആയിരിക്കും ആ വിക്ഷേപണം ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അഭിമാനകരമായ ആ ദൗത്യത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏതാണ്ട് 400 കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് ഈ പേടകത്തെ എത്തിക്കുക അതേറെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം നേരത്തെ നമ്മൾ കണ്ടതുപോലുള്ള ഒരു ദൗത്യമല്ല. ഇവിടെ മനുഷ്യരുണ്ട്, ശാസ്ത്രജ്ഞരുണ്ട്. അവരെയും കൊണ്ടാണ് ഈ മുകളിലേക്ക് മിഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രജിൻ, അത് പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു ദൃശ്യം കൂടി ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. അത് പാലക്കാട് നെന്മാറയിൽ നിന്നുള്ള ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായരുടെ കുടുംബാംഗങ്ങളാണ്. പ്രധാനമന്ത്രി അല്പസമയത്തിനകമാണ് പ്രസിഡന്റ് ഇപ്പോൾ വിശദീകരിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന ഗഗൻയാൻ ബഹിരാകാശ ദൗത്യത്തിലെ അംഗങ്ങളുടെ പേരുകൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ നേതൃത്വം വഹിക്കാൻ പോകുന്നത് മലയാളിയായ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത്യാഹ്ലാദത്തോടുകൂടി, ആകാംക്ഷയോടുകൂടി, അഭിമാനത്തോടു കൂടിയാണ് കേരളം ആ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ആഹ്ലാദത്തിന്റെ ഭാഗമാകുന്നു പ്രശാന്ത് ബി നായരുടെ കുടുംബാംഗങ്ങൾ. അവർ പാലക്കാട്ടെ നെന്മാറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അവർ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ണും നട്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കുന്നു. പാലക്കാട്ട് നിന്ന് നമ്മുടെ പ്രതിനിധി നിഖിൽ പ്രമേഷ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ടെലിവിഷൻ സ്ക്രീനിൽ വളരെ ആകാംക്ഷയോടുകൂടി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കുടുംബാംഗങ്ങളുടെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാനും കഴിയും. സുഖോയ് യുദ്ധവിമാനത്തിന്റെ വൈമാനികനാണ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അദ്ദേഹമായിരിക്കും ഗഗൻയാൻ പദ്ധതിയുടെ ദൗത്യ സംഘത്തെ നയിക്കുക എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രജിൻ, നമുക്ക് ഈ ദൗത്യത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2025 ഗഗൻയാൻ, അതായത് യഥാർത്ഥ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടുള്ള വിക്ഷേപണം നടത്തുക. അതിൽ ഈ വ്യോമസേനയുടെ ഫൈറ്റർ പൈലറ്റ് അവരെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ 4 പേരിൽ നിന്നാകും ഈ ബഹിരാകാശ യാത്രികരെ തീരുമാനിക്കുക. 3 ഇന്ത്യൻ സഞ്ചാരികളെ 3 ദിവസത്തേക്ക് 400 കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഈ ദൗത്യത്തിനെ കുറിച്ച് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുക. ഈ 400 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നേരത്തെ ഉള്ളതുപോലെയല്ല. ആ മിഷനിൽ എന്താണ് പറയുക, അൺമാൻഡ് മിഷനായിരുന്നു. പക്ഷേ ഇത് മാൻഡ് മിഷനാണ്, മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡിലും, അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ ഏറ്റവും പരമമായ ഏറ്റവും യൂണിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലിപ്പോഴും കൃത്യമായ അക്യുറസി, സ്ഥിരത ഉറപ്പുവരുത്താൻ ISROയ്ക്ക് കഴിയണം. അതുകൊണ്ട് തന്നെ ഓരോ പരീക്ഷണ ഘട്ടങ്ങളും കൃത്യമായി വിലയിരുത്തിയാണ് ഏറ്റവും ഒടുവിൽ 2025 ഈ ഗഗൻയാൻ ദൗത്യം നടത്തുക. അതിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണ ഘട്ടമുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ വ്യോമമിത്ര എന്ന് പറയുന്ന ഹ്യൂമൻ റോബോട്ട് ഉപയോഗിച്ചുള്ള വിക്ഷേപണമാണ്. അത് 2024, അതായത് ഈ വർഷം തന്നെ ജൂണിലാണ് നടക്കുക. അതിനായി ഉപയോഗിക്കുന്ന
GX എന്ന് പറയുന്ന പരീക്ഷണ ദൗത്യം. ഈ GX-ന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ VSCയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളാണ് ISRO ചെയർമാൻ പ്രധാനമന്ത്രിക്ക് വിവരിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു മൊഡ്യൂൾ, അതിൻ്റെ ഒരു ലൈറ്റർ മൊഡ്യൂൾ എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇത് കൃത്യമായി എത്രമാത്രം ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടാണോ വിക്ഷേപണം നടത്തുക, ആ വെയിറ്റ് എല്ലാം കൃത്യമായി കണക്കാക്കിക്കൊണ്ടായിരിക്കും വ്യോമമിത്ര ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ട് മാത്രം നയിക്കുന്ന ആ ഒരു വിക്ഷേപണം ജൂണിൽ ഉണ്ടാവുക. അതിന് മുന്നോടിയായി VSCയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഉപകരണങ്ങളെല്ലാം തന്നെ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, അതൊരു ക്രൂ മൊഡ്യൂളുണ്ട്. നമ്മൾ ഒരുപക്ഷെ പ്രേക്ഷകരുടെ ഓർമ്മയിലും ഈ പരീക്ഷണ ദൗത്യത്തിൻ്റെ ആദ്യഘട്ടം ഓർമ്മയുണ്ടാവും. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ, ഒരു പരാജയം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ യാത്രികർക്ക്, സഞ്ചാരികൾക്ക് യാതൊരു അപകടവും സംഭവിക്കാൻ പാടില്ല. അവരെ തിരികെ ഭൂമിയിലേക്ക് ഇറക്കേണ്ടതുണ്ട്. അതും സേഫായ ഒരു സോഫ്റ്റ് ലാൻഡിങ്ങിലൂടെ ഭൂമിയിലേക്ക് തിരികെ ഇറക്കേണ്ടതുണ്ട്. അതിനായുള്ള ഒരു ക്രൂ മൊഡ്യൂൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതിൻ്റെയൊക്കെ പ്രവർത്തനം എങ്ങനെയാണ് എന്നൊക്കെ പ്രധാനമന്ത്രിക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കേന്ദ്രമന്ത്രിക്കൊക്കെ വിവരിച്ചു കൊടുക്കുന്ന ISRO ചെയർമാനെ കണ്ടു. അതെല്ലാം, ആ ഘട്ടങ്ങളെല്ലാം നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. തിരികെ 400 കിലോമീറ്റർ അകലിൽ നിന്നും തിരികെ ഭൂമിയിലേക്ക്, കടലിലേക്ക് അതിനെ സാവധാനം ഇറക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അത് വിജയകരമായി ഇന്ത്യ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയാണ് അടുത്ത ഘട്ടം. അതിൽ ഈ പറയുന്ന GX എന്ന് പറയുന്ന ഗഗൻയാന്റെ അടുത്ത ഘട്ടം അത് ഈ ജൂൺ മാസത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് കേവലം ഇനി 3 മാസം മാത്രമാണ് അതിന് ബാക്കിയുള്ളത്. അതിൽ പക്ഷേ ഈ പറയുന്നത് പോലെ മനുഷ്യരുണ്ടാവില്ല. മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ട് 2025-ലായിരിക്കും ദൗത്യം ഉണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ടതുപോലെ, ആ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഒരു റോബോട്ട്, ആ റോബോട്ടിന്റെ പേര് വ്യോമമിത്ര എന്നാണ്. ഒരു വുമൺ റോബോട്ടാണ്. അതിനെ ഉപയോഗിച്ചാണ്, അതാണ് നിയന്ത്രിക്കുക. ആ സംവിധാനങ്ങളെല്ലാം കൃത്യമായി പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ISRO എത്രമാത്രം അഡ്വാൻസ്ഡ് ആണ് ഈ മേഖലയിൽ എന്ന് ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയാൻ 3ന്റെ വിജയം, ഒപ്പം തന്നെ സോഫ്റ്റ് ലാൻഡിംഗ് വളരെ കൃത്യമായി പൂർത്തിയാക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറുന്ന ആ ചരിത്രം. അതിന് പിന്നാലെയാണ് നമ്മൾ ആദിത്യ L1 എന്ന് പറയുന്ന പോയിന്റിലേക്ക്, സൂര്യനടുത്തേക്ക് ആദിത്യ എന്ന് പറയുന്ന പേടകത്തെ അയച്ചത്. അതും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. അതിൻ്റെ പഠനം അവിടെ തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് ISRO അടുത്ത മിഷനുമായി രംഗത്ത് വരുന്നത്. അങ്ങനെ തുടരെ വിക്ഷേപണങ്ങൾ നടക്കുന്നു, പുതിയ മിഷൻസ്, ദൗത്യങ്ങൾ വരുന്നു. ഇതെല്ലാം ISROയെ ലോകത്തിൻ്റെ ഈ പറയുന്ന ബഹിരാകാശ മേഖലയിലേക്ക്, അതിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ VSCയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. VSCയിലെ ശാസ്ത്രജ്ഞനാണ് ഈ പറയുന്ന അടുത്ത GX എന്ന് പറയുന്ന പരീക്ഷണ ദൗത്യം, ജൂണിൽ നടക്കാൻ പോകുന്ന ആ പരീക്ഷണ ദൗത്യത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അതിലെ ഓരോരുത്തരെയും പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് ISRO ചെയർമാൻ. നമ്മൾ ഈ കാണുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ 3 ദിവസം അവിടെ ഈ 4 പേര് കഴിയുക. നമ്മൾ നേരത്തെ കണ്ട ആ ക്രൂ മൊഡ്യൂൾ, നമുക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു. നേരത്തെ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യം ഒരിക്കൽ കൂടി നമുക്ക് പ്ലേ ചെയ്ത് തരാം. അപ്പോൾ കൃത്യമായ ക്രൂ മൊഡ്യൂളിൻ്റെ വലിപ്പം എന്താണ് എന്നൊക്കെ മനസ്സിലാവും. എന്താണ് പറയുക, വലിയൊരു വലിപ്പമുള്ളൊരു പേടകമല്ല. അതിനകത്ത് ഈ പറയുന്ന 4 പേർ കൂടിച്ചേർന്നിരുന്നുകൊണ്ടാണ് ഈ ദൗത്യം നടത്തുക. 400 കിലോമീറ്റർ അകലെയുള്ള ഒരു ഭ്രമണപഥത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല 3 ദിവസം അവിടെ ചെലവഴിക്കുകയും വേണം. ആ സമയത്ത് ചെയ്യാൻ സാധിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി തിരികെ ഭൂമിയിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ ദൗത്യത്തിനെ വേറിട്ടതാക്കുന്നത്. മാത്രമല്ല നേരത്തെ നമ്മുടെ ഇന്ത്യക്കാർ മറ്റിടങ്ങളിൽ നിന്നൊക്കെ, പ്രത്യേകിച്ചും അമേരിക്ക നാസയുടെ ഭാഗമായിട്ടൊക്കെ ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പേടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷണത്തിനായി ഇന്ത്യക്കാർ തന്നെ പോവുകയാണ്. അങ്ങനെ ഒരു ചരിത്രത്തിലേക്കാണ് ISRO ഒരു പടി കൂടി അടുത്തിരിക്കുന്നത്. ഇതിലുള്ള എല്ലാ ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞ ISRO അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. അത് വ്യോമമിത്രയുടെ വിക്ഷേപണമാണ്. അത് സംഭവിക്കാൻ പോകുന്നത് ഈ വർഷം ജൂണിലാണ്. GX എന്ന് പറയുന്ന ആ പരീക്ഷണ ദൗത്യത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട മൊഡ്യൂളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ISRO ചെയർമാൻ. ഗോപി, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, 2 ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അതിൽ ഒന്ന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി VSSCയിൽ ബഹിരാകാശ ദൗത്യം, രാജ്യത്തിൻ്റെ ബഹിരാകാശ ദൗത്യങ്ങളുടെ, അതിൻ്റെ പദ്ധതികളുടെ സൂക്ഷ്മാംശങ്ങൾ അദ്ദേഹം പരിശോധിക്കുകയാണ്. അതിൻ്റെ പുരോഗതി വിലയിരുത്തുകയാണ്. ISRO ചെയർമാൻ S. സോമനാഥ് കാര്യങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. നേരത്തെ കണ്ട ദൃശ്യങ്ങളിൽ എന്നപോലെ ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ അഭിമാനമായി നമ്മൾ കാണുന്ന ഗഗൻയാൻ ബഹിരാകാശ പദ്ധതിയാണ്. അതിൻ്റെ ദൗത്യ സംഘാംഗങ്ങളിൽ അതിനെ നയിക്കാൻ പോകുന്നത് മലയാളിയായ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ
പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ ദൗത്യത്തിലെ സംഘാംഗങ്ങൾ ആരൊക്കെയാണ് എന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം നടത്തും. അതുകൊണ്ട് തന്നെ പാലക്കാട്ട് നെന്മാറയിലുള്ള പ്രശാന്തിന്റെ കുടുംബാംഗങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടിയും ആഹ്ലാദത്തോടുകൂടിയും അവർ ടെലിവിഷൻ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കുകയാണ്. പാലക്കാട്ട് നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബി നായരുടെ പേര് പ്രഖ്യാപിക്കുന്ന അഭിമാന നിമിഷത്തിന് വേണ്ടി വീട്ടുകാർ കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇപ്പോഴും BSSCയിൽ തന്നെയാണ്. അദ്ദേഹം അവിടെ വിവിധ പദ്ധതികളെ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ അദ്ദേഹം പരിശോധിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ ISRO ചെയർമാനിൽ നിന്ന് മനസ്സിലാക്കുകയുമാണ്. ശാസ്ത്ര ദൗത്യത്തിൽ ശാസ്ത്ര പുരോഗതിക്ക് ബഹിരാകാശ ഗവേഷക രംഗത്ത് രാജ്യം കൈവരിക്കാൻ പോകുന്ന എത്തിപ്പിടിക്കാൻ പോകുന്ന പുതിയ നേട്ടങ്ങളുടെ ചുവടുവയ്പ്പുകളായി നമുക്ക് ഈ പദ്ധതികളെ കാണാം. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെയും BSSC കാണുന്നുണ്ട്. ബഹിരാകാശ ഗവേഷക രംഗത്ത് ഭാവി പദ്ധതികൾക്ക് രൂപം നൽകാൻ പ്രധാനമന്ത്രിയുടെ ആലോചനകൾക്ക് ഇടം പിടിക്കാൻ ഒരുപക്ഷെ ISRO ചെയർമാൻ ഈ നൽകുന്ന വിശദീകരണങ്ങൾ ഇടവച്ചേക്കാം. ഏതായാലും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ISROയുടെ പുതിയ ചുവടുവയ്പ്പുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പ്രധാനമന്ത്രിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ISRO ചെയർമാൻ S. സോമനാഥ്. ഇപ്പോൾ BSSCയിൽ തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം BSSCയുടെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും സെൻട്രൽ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്നു. വേദിയിൽ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അവിടെ ഇന്ന് നടക്കാൻ പോകുന്നത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നടത്തിയ പദയാത്രയുടെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനമാണ്. അതിന് തൊട്ടു പിന്നാലെ PC ജോർജിന്റെ കേരള ജനപക്ഷം പാർട്ടിയുടെ ലയനമുണ്ടാകും. കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ ഉയർത്തുന്ന രൂക്ഷമായ വിമർശനങ്ങൾക്കുള്ള രാഷ്ട്രീയ മറുപടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ പ്രധാനമന്ത്രി നൽകുമോ എന്ന രാഷ്ട്രീയ ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്.